നമുക്ക് ഇന്ന് പണി അടുക്കളപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓർത്തു കുറച്ച് തുണി അലക്കാമെന്ന്. ആലോചിച്ച് തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തുണിയുണ്ട് അലക്കാൻ. ഇത് പിന്നെ ഇതുപോലത്തെ വീഡിയോ കിട്ടുകയല്ലോ ഒരിടത്തും. അന്നേരം അത് വെള്ളം കൊണ്ടാതെ കുത്തിപ്പിഴിയാൻ വേണ്ടിയിട്ട് കുത്തിപ്പിഴിയാം. സോപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മുക്കി അങ്ങോട്ട് ഇനി അങ്ങോട്ട് വണ്ടി പിഴിയുമ്പം ചെളിയെല്ലാം പൊക്കോളും. നമുക്ക് നല്ല എക്സർസൈസും കിട്ടും. നല്ല പരിപാടിയല്ലേ. മതി. ഇതിൻ്റെ കയ്യേലൊക്കെ ഇച്ചിരി ചെളിയുണ്ട്. ഇത് കണ്ടോ കുഞ്ഞിട്ടി, ഇതിൻ്റെ കയ്യേലുണ്ടല്ലോ ഇവിടെ കുറച്ച് ചെളിയുണ്ട്. ഈ ചെളിയുള്ളതൊക്കെ കളയണം. ഇത് എന്നിട്ട് വേറെ തിരുമണം. പന്ത്രണ്ട് മിനിറ്റ്. ഇത് വേറെ അടുത്ത ഡ്രസ്സ്. കോളർ തയ്ക്കുക. ഇനി കോളറേലും ഒക്കെ ഇച്ചിരി സോപ്പ് തേച്ചിട്ട് ബ്രഷിട്ട് തൂക്കാം. വേണ്ട സോപ്പിട്ട് തേച്ചിട്ട് ബ്രഷിട്ട് ഇങ്ങനെ തിരുമ്മി അതിൻ്റെ ചെളിയെല്ലാം കളയണം കോളറേൽ. ഉള്ളൂ ഇങ്ങനെ നമുക്ക് തിരുമാം. ഇത് കണ്ടോ ഇങ്ങനെ പല രീതിയിലാണ്. ഇത് കണ്ടോ എനിക്ക് ഇതിൻ്റെ അകത്തിട്ട് മുക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് എടുത്ത് ഒന്നോടെ മുമ്പിട്ടിരിക്കണം ഇങ്ങനെ. അത് മതി. എന്നാൽ അതെ ഇതെല്ലാം കൂടെ നമുക്കിട്ട് ഒന്ന് അലമ്പി പിഴിഞ്ഞേക്കാം. വാട്ടർ പിടിച്ച് നമുക്ക് തുണിയെല്ലാം പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ അകത്ത് ബക്കറ്റിൽ 2 ബക്കറ്റ് വെള്ളം ആദ്യം പിടിക്കാം. അത് കഴിഞ്ഞിട്ട് മാറി മാറി ഒന്ന് കഴുകി ഒന്നിലേക്കിടാം. എന്നാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് തുണി അലമ്പി പിഴിഞ്ഞെടുക്കാവേ. നല്ല വെള്ളത്തിൽ അലമ്പി പിഴിഞ്ഞിട്ട് മറ്റേ വെള്ളത്തിലേക്ക് ഇടണം. അത് അടുത്ത ഷർട്ട് അലമ്പി പിഴിഞ്ഞ് ഇങ്ങോട്ട് വെക്കാൻ ഞാനിവിടെ കഴുകിയിട്ടു. അല്ല എന്നിട്ട് കൊണ്ടിടാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്നിച്ച് പാർന്നോ. എന്നാ അത് മതി. എന്നാൽ ഇതെല്ലാം നമുക്ക് നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. അപ്പുറത്തോടെ ഒരു വണ്ടി പോകുന്നത് കേട്ടോ, മറ്റേ റോട്ടിൽ കൂടെ. കാലാവസ്ഥയൊക്കെ നല്ല വെയിലൊക്കെ ആയിട്ട് പുറത്ത് നിൽക്കാൻ നല്ല സുഖമാണ്. ഇത് കൊണ്ടുപോയി ഞാൻ എവിടെ കൊണ്ടുപോയി വിരിച്ചിടാൻ പോവാ. വേഗം ഉണങ്ങിക്കോളും. അതാണ് ഒരു ഗുണം. ഈ ഷർട്ട് കയ്യിൽ നിന്ന് ഒന്ന് താഴെ പോയ എല്ലാം തീർന്നു. ഈ ചെളിക്കകത്തേക്ക് വീണു അല്ലേ എൻ്റെ പൊന്നെ. പിന്നെ അലക്കിയാലൊന്നും ഇത് വെളുക്കുകയില്ല. ഈ പൊടിമണിയിലേക്ക് എങ്ങാനും വീണാൽ വളരെ സൂക്ഷിച്ചു വേണം പണി, ഇല്ലെങ്കിൽ ഷർട്ടിൻ്റെ കാര്യം പോയി. മുണ്ടോ അത് വെള്ളമുണ്ടേ, അത് നന്നായിട്ട് അലമ്പി പിഴിയണം വെള്ളത്തിൽ. ഇത്ര മതി. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത്
നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി വിരിക്കണം. അങ്ങാറ്റത്ത് ഇങ്ങാറ്റം വരെ വിരിക്കണം. ഇത് നല്ല നീളമുള്ളത് കൊണ്ട്. ഇന്നിപ്പോൾ ഞാൻ തന്നെ പറ്റുകയില്ല. നമ്മൾ രണ്ടും കൂടെ പോകണപ്പാ. ഞങ്ങൾ രണ്ടും കൂടെ വിരിക്കാൻ. നമുക്ക് ഇവിടെ ഇടാന്നോ ഇത്? എന്നാൽ അങ്ങനെ ഇടാം. വശത്തേക്ക് ഇടാം. ഇതൊന്ന് ഈക്വലൈസ് ചെയ്തിടാം. ചിലപ്പോൾ നിലത്തേക്ക് വീണാം. ഞാൻ കാര്യം പോയി നമ്മുടെ. അയ്യോ, ഇനി ജന്മത്ത് വെളുക്കുകയില്ല അല്ലേ? ചെളിക്കകത്തേക്ക് ഇപ്പോൾ വെള്ളത്തുണിയുടെ കുഴപ്പമാണ്. വെള്ളമുണ്ടാകും. ഇത് വെള്ളം ഒറ്റമുണ്ട്. ഇത് നീളത്തിൽ ഡബിളാ. ഇങ്ങോട്ട് വിരിച്ച് വൃത്തിത്തിന് ഇങ്ങോട്ട്. എന്നാ അവിടെ ഇട്ടു. എന്നാ ഇങ്ങനെ ഇട്ടാൽ മതി. പരിപാടി കഴിഞ്ഞു. അര കൂടിയതിന് കാശും കൂടുതൽ കൊടുക്കണം. കൊള്ളുകയില്ല. വെറുതെ അടുത്തൊന്ന് വിരിക്കാക്കാൻ പോയി. ഇത് കഴിഞ്ഞ് ഇവിടെ ഇടാം. എന്തായാലും ഇനി കുറച്ച് തുണിയും കൂടെ ഉണ്ട് അലക്കാൻ. അല്ല, വിരിക്കാൻ വേണ്ടിയിട്ട്, പിഴിയാൻ വേണ്ടി. എല്ലാം എടുത്ത് വിടുന്ന പിഴിഞ്ഞിടാം. ആദ്യം ഈ ബക്കറ്റിലെ വെള്ളത്തിൽ അലമ്പി പിഴിഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ അലമ്പി പിഴിയണേ. ഇനി അടുത്ത ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് അലമ്പി പിഴിഞ്ഞു. ഇതൊക്കെ അത്യാവശ്യം അവർക്ക്. ഇനി ലാസ്റ്റ് ഇതും കൂടെ ഉള്ളൂ. ഇതും കൂടെ തീർന്ന് നമ്മുടെ അലക്ക് കഴിഞ്ഞു. ഇത് ലാസ്റ്റാണ്. ഇതോടെ കഴിഞ്ഞു. ലാസ്റ്റ് അലക്ക് കഴിഞ്ഞു. ഇതോടെ കഴിഞ്ഞ അത് പ്രധാന വഴി കാണിക്കുമ്പോൾ അത് ഇച്ചിരി വെള്ളം ഒഴിക്കാതെ അതിലേക്ക് സോപ്പോട്ടി കഴുകണത്. എന്നാ സോപ്പോട്ടി ഒന്ന് കഴുകി കിട്ടും. അപ്പൊ എന്നാ ചെയ്യുന്നറിയ, ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഇനി ബക്കറ്റിലേക്കാവും പിരിഞ്ഞ് ഒഴിക്കാം കേട്ടോ. സോപ്പൊട്ടി സോപ്പ് അതിൻ്റെ അകത്തേക്ക്. ഇതെല്ലാം കഴിയാറായി. ലാസ്റ്റ് ഞങ്ങളുടെ അലക്കിൻ്റെ സമാപ്തിയിലേക്ക് വരുക. അലക്ക് സമാപ്തി. ഫ്രഷ് വാട്ടർ മുക്കി ഇതായി. ഇതൊക്കെ 800-500 രൂപ.
ഇതുകൊണ്ട് വിരിച്ചിടാൻ പോവാണേ. ചിട്ടാലേ ഇതും കൂടെ ഈ വശത്തും കൂടെ അങ്ങ് വിരിച്ചിട്ടാല് പരിപാടി കഴിഞ്ഞു. വെന്തി പൂണ്ടായിട്ട് ഇരിപ്പുണ്ട്. ഇതുണ്ടോ വെന്തിപ്പൂവെന്ന് പറയും. തുളസിയാണിത്. തുളസി. ഇവിടെ ഉണ്ട് 2 ചെറിയ വെന്തി. എന്ത് പൂവുണ്ടായിട്ടുണ്ട്. അലക്കിന്റെ പണി കഴിഞ്ഞു. അലക്ക് കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഞാൻ ഇവിടെ തുണി കഴുകാൻ പോവുക കേട്ടോ. കല്ലൊന്ന് വൃത്തിയാക്കാം. വെള്ളം ഒഴിച്ച് ഇവിടെ ഒന്ന് തേച്ച് വൃത്തിയാക്കാം. ഇതിന്റെ എവിടെയാ സോപ്പ് തേക്കാനുള്ളതെന്ന് വെച്ചാൽ സോപ്പ് എടുത്തോണ്ട് വന്നില്ലല്ലോ. ഇതൊന്ന് കഴുകണം. ഞാനിവിടെ വന്ന് കുണിച്ചിട്ട് എനിക്കെന്നാ കുത്തിപ്പിഴിഞ്ഞാ പോരെ? ഇത് വെള്ളം കൊണ്ട് കുത്തിപ്പിഴിയുക. നല്ല എക്സർസൈസാ കൈക്ക്. ഫുൾ ബോഡി. കോളറയിലേ ഷർട്ടിന്റെ കോളറയിൽ കണ്ടോ ഇച്ചിരി ചെളി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സോപ്പ് തേച്ചിട്ട് നമുക്ക് ഈ ബ്രഷ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് തേക്കണം. അങ്ങനെ അതിന് ചെളി മുഴുവൻ പൊക്കോളും. ഞാനിങ്ങോട്ട് വെള്ളത്തിൽ മുക്കിയിട്ട്